പ്രതി ജോൺസൺ ഔസേഫിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച് പ്രതിക്കൊപ്പം പോയാൽ കുഞ്ഞിനെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യുമെന്ന് പൂജാരിയായ ഭർത്താവ് യുവതിയോട് പറഞ്ഞിരുന്നു. അതിനെ ഇറങ്ങി വരാതിരുന്നത് ഇക്കാരണത്താൽ ആണെന്നും കൊലപ്പെടുത്തുക എന്ന ആസൂത്രണത്തോടെയാണ് താൻ യുവതിയുടെ വീട്ടിലെത്തിയതെന്നും ജോൺസൺ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ഇൻസ്റ്റാഗ്രാം വഴി ആതിരയെ പരിചയപ്പെട്ട പ്രതി ആണ് ജോൺസൺ നേരത്തെ വിവാഹിതനാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്ന ആളാണ്. ജോൺസൺ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളാണ്. ആതിരയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളുണ്ടാകുന്നത്. ഈ പരിചയം പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി. ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി, അതൊരു സ്നേഹബന്ധത്തിലായി. ആതിരയുമായി വളരെ അടുപ്പത്തിലായ ഈ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് ആതിര താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പലപ്പോഴും ഇത് സംബന്ധിച്ച് ഇവർ തങ്ങളിൽ തർക്കമുണ്ടായി. ആതിര വിവാഹം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല. ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു. വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആതിര ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത്. ഈ കൃത്യത്തിനൊരു 3 ദിവസം മുമ്പ് പെരുമാതുറ വന്ന് റൂം എടുത്തു. ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരയെ വീണ്ടും വിളിച്ചു. കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. തയ്യാറല്ല, ഭർത്താവും കുട്ടിയുണ്ട്, അത് അവരെ ഉപേക്ഷിച്ച് ചെല്ലാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശം കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു. സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാവത്തിന് തുടർന്നാണ് കിടപ്പമുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് വലിയ കടയിൽ ജോൺസൺ ഔസേപ്പുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോൾ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും ചില സമ്മതിക്കലുകൾ, അതായത് കൂടി ഇറങ്ങി ചെല്ലണമെന്നുള്ള സമ്മതിക്കാതിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കൊലപാതകം നടത്തിയതെന്നുമൊക്കെ പ്രതി പറയുമ്പോൾ പോലീസിന്റെ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇന്ന് പ്രാഥമികമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കത്തി വാങ്ങിയ ചിറയൻകീഴിലെ കടയിൽ ഉൾപ്പെടെ ജോൺസനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കോട്ടയത്ത് ചികിത്സയിലായിരുന്ന ജോൺസനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡിസ്ചാർജ് ചെയ്തത്. തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. രാവിലെ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചു. മംഗലപുരം സ്റ്റേഷനിലാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് കഠിനംകുളം സ്റ്റേഷനിലേക്ക് മാറ്റി. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ ജോൺസൺ വെളിപ്പെടുത്തുന്നുണ്ട്. ജോൺസൺ പറയുന്നത് തന്നോടൊപ്പം ആതിര ഇറങ്ങി വരാത്തതിലെ വൈരാഗ്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നതാണ്. വാടക വീട് പോലും എടുത്തിരുന്നു. ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിൽ വാടക വീടെടുത്തത്. എന്നാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വരാൻ ആതിര തയ്യാറായിരുന്നില്ല. ഈ കൊലപാതകം നടക്കുമെന്നൊരു സൂചന ആതിരയുടെ വീട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. കാരണം ആതിരയുടെ ഭർത്താവ് ഈ ബന്ധത്തെക്കുറിച്ച് അറിയുകയും അത് വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ജോൺസണോടൊപ്പം ഇറങ്ങിപ്പോയാൽ താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യും എന്ന ഒരു ഭീഷണി പോലും പൂജാരിയായ ഭർത്താവ് രാജീവ് ആതിരയോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ജോൺസണുമായി കയ്യാങ്കളി ഉണ്ടാകുന്നൊരു സാഹചര്യം, അത് ആതിരയുടെ അച്ഛനാണ്. ഈ ബന്ധം ആതിരയുടെ അച്ഛൻ അറിയുകയും ജോൺസണുമായി കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ഈ വീട്ടുകാർക്ക് മുഴുവൻ ഈ സംഭവം അറിയാമായിരുന്നു. പോലീസിനെ അറിയിക്കാത്തത് ഈ അപമാനഭാരം, അത് ആതിര പറഞ്ഞു, ഇത് നാട്ടുകാർ അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ ഒരു ഭീഷണിക്ക് മുന്നിൽ താൻ കീഴടങ്ങി എന്നൊരു കാര്യമാണ് ഭർത്താവ് പറയുന്നത്. മാത്രമല്ല, വിലക്കാൻ ശ്രമിച്ചു, മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പക്ഷേ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അത് തിരികെ
തിരികെ നൽകേണ്ടി വന്നു എന്ന കാര്യം കൂടി ഭർത്താവ് പറയുന്നുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലെത്തിയത്, നേരത്തെ പെരുമാതുറ താമസിച്ചിരുന്ന ലോഡ്ജുണ്ട്, ആ ലോഡ്ജിൽ എത്തിയ കാര്യം, അവിടെ താമസിച്ചത്, അവിടെ നിന്ന് ഈ ചിറയൻകീഴെത്തിയാണ് കത്തി വാങ്ങുന്നത്. കത്തി വാങ്ങിയ സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. മറ്റ് ഇടങ്ങളിൽ കൂടി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജോൺസൺ മാത്രമാണ്. പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും സഹായമോ പിന്തുണയോ ഈ കൊലപാതകയ്ക്ക് ലഭിച്ചിട്ടില്ല. ഈ വൈരാഗ്യം കൊണ്ട് ഒപ്പം ചെല്ലാത്തതിൻ്റെ വൈരാഗ്യത്തിൽ ഇവിടേക്ക് വരികയും 8:30 മണിക്ക് ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നു. അതിനു മുൻപ് തന്നെ 5 മണിക്ക് പൂജാരിയായ ഭർത്താവ് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ സമയം 8:30 കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കടക്കുകയും അവിടെ സൗഹാർദ്ദത്തിൽ തന്നെ വളരെ സ്നേഹത്തോടു കൂടി രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നേരത്തെ വധഭീഷണി മുഴക്കിയിരുന്നെങ്കിലും ആതിരയെ വീണ്ടും സൗഹൃദത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ജോൺസൺ വിജയിക്കുന്നു. ഈ സമയം തന്നെ പ്രതി കയ്യിൽ കത്തി കരുതിയിട്ടുണ്ട്. ബെഡിലേക്ക് പിന്നീട് അത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ കത്തി എടുത്ത് കഴുത്ത് മുറിച്ച് യുവതിയെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് യുവതിയുടെ ഭർത്താവിൻ്റെ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് തന്നെ സ്കൂട്ടറുമായി ഈ യുവതിയുടെ തന്നെ ഇരുചക്ര വാഹനവുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് കോട്ടയത്തേക്ക് കടക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ജോൺസനെ പിടികൂടുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായി മാറി.